നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് കനക എന്നാണ്. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടും പിന്നെ ഫാമിലി വ്ലോഗും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കുറച്ച് പേര് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് നമ്മുടെ സബും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് അങ്ങ് കടന്നാലോ. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടു കാണും, തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ലിപ് കെയർ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതായത് കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ. അതിൽ സ്കിന്നിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കമൻറ്റ് വന്നിരുന്നു, ചേച്ചി ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് എന്താ ചെയ്തതെന്ന്. ആ ഒരു ഫോട്ടോയിലുള്ള എൻ്റെ ലിപ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ ലിപ്പിന്. എനിക്കുണ്ടായിരുന്നു നല്ല രീതിയിൽ ലിപ്പ് ഡാർക്കായിരുന്നു. കാരണം എൻ്റെ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളൊരു ലിപ്സാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അത് പൊട്ടാറുണ്ട് ലിപ്സ്. ഇങ്ങനെ ഞാൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിലോ ലിപ് ബാം ഇട്ടില്ലെങ്കിലോ അത് നല്ല രീതിയിൽ പൊട്ടിയിട്ട് പിന്നെ അത് ഭയങ്കര വരണ്ട് ഉണങ്ങി ഭയങ്കര കറുത്ത് ആ ഒരു രീതിയിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു റീസണും അല്ല, പണ്ടത്തെ എൻ്റെ ലിപ്പ് ഇങ്ങനെയല്ലായിരുന്നു. പണ്ട് ഇങ്ങനെ ഡാർക്ക്നെസ് ഒന്നുമില്ല, ഞാൻ ശ്രദ്ധിക്കാതിരുന്നിട്ടാണ് ഈ ഒരു രീതി ആയത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റിയെന്ന് എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ. ഒരു കമൻറ്റാണ് വന്നത്. ആ കമൻറ്റ് അയച്ച കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഈ വീഡിയോ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ലിപ് കെയറും എങ്ങനെയാണ് ഞാനത് മാറ്റിയതെന്നും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ ലിപ് കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുലമായ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു 2 ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ അത് ഇടാറുണ്ട്. എൻ്റെ ലിപ്പിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് ഒരു പരിധി വരെ പരിഹാരമാണ്. അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ആ ഒരു 2 ഹോം മെയ്ഡ് ലിപ് ബാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, വേണ്ടവർ അതൊന്ന് കയറി കണ്ടാൽ മതി. ഇനി അതല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്നതൊക്കെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു ലിപ് കെയർ മെയിനായിട്ടും കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കൊണ്ടാണ്. കാരണം വീട്ടിലധികം ഉണ്ടാക്കാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ലിപ്പിൽ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു 2 വട്ടം ഞാനൊരു ലൈറ്റായിട്ടൊരു ലിപ് സ്ക്രബ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോവാനും ഈ ഒരു ലിപ്പ് ഭയങ്കര ഡാർക്കറായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊന്ന് ലൈറ്റൻ ചെയ്യാനും ഒക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു 2 വട്ടം നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ്പ് ലൈറ്റനിങ് സ്ക്രബാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു നിക്കോ ലിപ്സിൻ്റെ ലിപ്പ് ലൈറ്റനിങ് സ്ക്രബ് ബാം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ബീട്രൂട്ട് ഉണ്ട്, ഷിയ ബട്ടർ ഉണ്ട്, വാൾനട്ട് ഉണ്ട് കേട്ടോ. നിക്കോ ലിപ്സ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ മുന്നത്തെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് അന്ന് കാണാം. പിന്നെ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഞാൻ 2 എണ്ണമാണ് കേട്ടോ ചെയ്യുന്നത്. 2 രീതിയിലാണ് എൻ്റെ ലിപ്പ് ഞാൻ കെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഡേ ടൈമിലുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ആഴ്ചയിൽ ഒരു 2 വട്ടം മാത്രം. അപ്പോൾ എൻ്റെ ലിപ്പിൽ ഞാനിപ്പോൾ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കതൊന്ന് തുടച്ചു കളയാം. ഓക്കെ, ഞാൻ എൻ്റെ ലിപ് ബാം ഞാൻ തുടച്ചു കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്കർ ലിപ്സ് ഒന്നും അല്ല എൻ്റെത്. കാരണം ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, എന്നാലും അത്രയ്ക്ക് ഡാർക്കർ ആവാറില്ല. കാരണം അത് ഞാൻ ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അത് ക്രാക്കിംഗ് പോലെ അവിടെ ഇവിടെയും കാണും. കാരണം അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരു പരിധി വരെ അത് ഞാൻ കുറയ്ക്കാറുണ്ട്. പക്ഷെ എൻ്റെ ഭയങ്കര എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഞാൻ എന്ത് ലിപ് ബാം ഇട്ടാലും ഒരു പരിധിയിൽ കൂടുതൽ എനിക്കത് മാറാറില്ല കേട്ടോ. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾ ഭയങ്കരമായിട്ട് ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ, അതായത് ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ഒരുപാട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിലോ, ഇനി അതല്ല ലിപ്സ്റ്റിക് ഒരുപാട് ഡാർക്കർ ആയിട്ടുള്ളതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിലും ലിപ്പ് ഡാർക്കർ ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്മോക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ രീതിയിൽ വരുന്ന ലിപ്പ് ഡാർക്കറൊക്കെ നമുക്ക് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ള ലിപ്പ് ഡാർക്കറൊക്കെ നമുക്ക് മാറ്റാനേ പറ്റുള്ളൂ. പിന്നെ ജനറ്റിക്കലായിട്ട് ചിലർക്ക് ലിപ്പ് ഭയങ്കര ഡാർക്കറായിട്ടാണ് വരുന്നത്. അത് ഒരു പരിധിയിൽ കൂടുതലും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അത് ജനറ്റിക്കലി നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഒരു പരിധി വരെ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെയാണ് ഈ ഒരു സ്ക്രബ് ഇരിക്കുന്നത് കേട്ടോ. ഇതിലൊരു ടിഞ്ചും ഉണ്ട്, എന്നാൽ സ്ക്രബിൻ്റെ തരിതരിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ കയ്യിലൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തോട്ട് വെക്കട്ടെ. കണ്ടോ, ഒരു തരിതരി പോലത്തെ ഒരു സംഭവം കണ്ടോ?
ഇതാണ് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ അടുത്തോട്ട് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, പേടിയാവുന്നില്ലല്ലോ. കുറച്ച് കയ്യിലെടുക്കുക, ലിപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊരു ബാമും ഒരു സ്ക്രബും കൂടെ ചേർന്നതാണേ. അപ്പൊ ഞാൻ ദേ ഇട്ടു കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു മോശമായ ലിപ്പാണ് ഇപ്പൊ കാണുന്നത്. അതായത് ഒരുമാതിരി സ്കാറ്റേർഡ് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലിപ് ബാം ഒക്കെ ഇരിക്കുന്നത്. അത് കാര്യമാക്കണ്ട. ഈ ഒരു ലിപ് സ്ക്രബ് നമ്മൾ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊരു 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഒന്ന് തുടച്ച് സ്ക്രബ് ചെയ്തിട്ട് തുടച്ച് കളയാം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലിപ്പിൽ ആ ഒരു പ്രോസസ് ഒക്കെ ഒന്ന് നടക്കാനായിട്ടാണ്. അതായത് ഈ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ അത് ഇളവി വന്നിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. അപ്പൊ ഞാൻ ഇനി എന്തായാലും ഇതൊന്ന് സ്ക്രബ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടറിയാം ഞാൻ ഒരു 3 മിനിറ്റോളം ഞാൻ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് തുടച്ചു കളയാവേ. ഞാൻ ഇത് ഇതേ തുടച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് കെയർ ആണ് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ലിപ് ബാം അല്ലല്ലോ, ലിപ് സ്ക്രബ് ഞാൻ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ദേ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ ലിപ്പിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ലിപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ അറിയാം ലിപ്പ് നല്ല രീതിയിലൊന്ന് സോഫ്റ്റൻ ആയിട്ടുണ്ട്. എൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഡെഡ് സെൽസോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന 2 ലിപ് ബാമുകൾ കാണിച്ചു തരാതെ. ഇച്ചിരി ഒന്ന് നീക്കി വെച്ചതായിട്ടോ, വെറുതെ നിങ്ങൾ കണ്ടിട്ട് പേടിക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ലിപ്പിന്റെ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ. ഞാൻ ഒരു രീതിയിലുള്ള സംഭവങ്ങളും ഇട്ടിട്ടില്ല. ഞാനിപ്പോ ദേ സ്ക്രബ് ചെയ്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പായിരുന്നു. നിങ്ങൾക്ക് ഞാൻ ആ ഫോട്ടോയിൽ ഇപ്പൊ ഇപ്പോഴും കൂടെ ഞാൻ അത് വെക്കാം, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ അതെല്ലാം നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്ന് കണ്ടാൽ അറിയാം കേട്ടോ. അപ്പോ ഞാൻ യൂസ് ചെയ്യുന്ന 2 ലിപ് ബാമുകളാണ്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ എർത്ത് റിതമിന്റെ ആണ് കേട്ടോ. ഇത് ഫാബു ലിപ്സ് എന്ന് പറയുന്ന ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇതിൽ കോജിക് ആസിഡും വൈറ്റമിൻ സി ആണുള്ളത്. പിന്നെ ഒരു പേസ്റ്റ് ലിപ് ബാം ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്റ് കിട്ടും. പിന്നെ SPF 30 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ ചുണ്ട് കറക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൺലൈറ്റ് ആണ് കേട്ടോ. കാരണം നമ്മുടെ ഫേസിൽ നമ്മൾ സ്കിന്നിൽ നമ്മൾ SPF ഇടുന്ന പോലെ തന്നെ നമ്മൾ ലിപ്പിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഡേ ടൈമിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ SPF 30 ഉള്ള ഒരു ലിപ് ബാം അടിപൊളിയാണ്. പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ കോളേജിൽ പോണ ഗെറ്റ് റെഡി വിത്ത് മീ, സ്കൂളിൽ പോകുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ മിക്കവരും ഒരു ന്യൂഡ് ഷെയ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെയൊക്കെ ഒരു നാട്ടിൽ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ പോലും നമുക്ക് ന്യൂഡ് ഷെയ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ടിട്ട് പോയാൽ തന്നെ ഒരുമാതിരിയാണ്. ഞാൻ അങ്ങനെ ആരും ഇടുന്ന കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ലിപ്സ്റ്റിക് അല്ല ലിപ് ബാമും ആയിട്ട്, അതായത് ടിഞ്ചർ ആയിട്ടുള്ള ലിപ് ബാം പോലും നമ്മൾ ഇട്ടിട്ടില്ലെന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ബേബി ലിപ്സ് ഇല്ലേ, അത് കിട്ടാനായിട്ട് ഈ ഒരു ലിപ് ബാം ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. ഈ ഒരു ഫാബു ലിപ്സ് എന്ന് പറയുന്നത്, അതായത് ഇതിലൊരു PH ആയിട്ടുള്ള ഒരു ലിപ് ടിഞ്ച് ആണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കയ്യിൽ തേച്ചാൽ കൂടി അറിയില്ല കേട്ടോ. കണ്ടോ, ഒന്നുമില്ലാതെ ഒന്നും അറിയില്ല, എന്നാൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ഞാൻ ഇത് ലിപ്പിൽ ഇട്ടിട്ട് കാണിച്ചു തരാവേ. ഞാൻ ഇത് ലിപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാവേ. ലിപ്പിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ നിങ്ങൾ കണ്ടോ. അത് എന്നാ ഒട്ടും നമ്മളൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ടോന്ന് ഒന്നും തോന്നൂല. എന്നാൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഒരു ലൈറ്റ് ആയിട്ട് ആ ഒരു PH, നമ്മുടെ ചുണ്ടിന്റെ ആ ഒരു PH ലെവല് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്റ് നിങ്ങൾ കണ്ടില്ലേ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ
ഒരു ലിപ്സ് പിങ്ക് ആയിട്ടാണ് എന്നുള്ളൊരു ഫീലാണ് കേട്ടോ വരുന്നത്. മാത്രമല്ല ഈ ഒരു ഗ്ലോസ് ആയിട്ടുള്ളൊരു സംഭവം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് പോയാലും ഈ ഒരു ടിഞ്ച് കുറേ നേരം കാണും കേട്ടോ ലിപ്പിൽ, കുറേ നേരം കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിടാൻ. ഇത് എൻ്റെ കയ്യിൽ തന്നെ ചെറുതായിട്ടൊരു ഇവിടെയാണ് ഞാൻ തേച്ചത് കേട്ടോ. ഇത് ഒരു 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 ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് നമുക്ക് അറിയത്തുകൂടി ഇല്ല കണ്ടോ. അതേപോലെ തന്നെയാണ് ആ ലിപ്പിലും അത്. ഇതേ കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പം സ്കൂളിലോ കോളേജിലൊക്കെ പോണവരാണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാം ആണ്. ലൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്റ് ഉണ്ട്, ഹൈഡ്രേഷൻ ഉണ്ട്, SPF ഉണ്ട്. വേറെ ഇപ്പം എന്താ വേണ്ടത്, ഒരു ലൈറ്റ് കളർ കിട്ടും കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. ഇനി ഇതല്ല, ഇനിയിപ്പോൾ ഇത് പോരാ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ടിൻറ്റ് വേണം, ഒരു ലിപ്സ്റ്റിക്കിലോട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാൽ കുറച്ചും കൂടെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാം ആണ്. ജസ്റ്റ് ഹെർബ്സിന്റെ ആണ് കേട്ടോ. ഇത് ചെറി ടിൻറ്റഡ് ലിപ് ബാം ആണ് കേട്ടോ. ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറും ഉണ്ട്. പിന്നെ ഇതിൽ SPF ഉണ്ട് കേട്ടോ. SPF എത്രയാണെന്ന് ഞാൻ കാണുന്നില്ല, ഞാനിത് SPF 15 ആണെന്ന് തോന്നുന്നു കേട്ടോ ഇതിലുള്ളത്. അതെ, SPF 15 ആണുള്ളത്. ജസ്റ്റ് ഹെർബ്സിന്റെ ചെറി എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ഇത്തിരി കൂടെ ഒരു കളർ നിങ്ങൾക്ക് തരും. അപ്പൊ ഞാൻ ഇതൊന്നിട്ട് കാണിക്കാം. കണ്ടോ, ഈ ഒരു ടിന്റ് നമ്മുടെ ആ ഒരു ചുണ്ടിലുണ്ട്, അത് ഫുള്ളായിട്ട് അങ്ങനെ പോവില്ല നമ്മൾ ആ ലിപ് ബാം തുളച്ചു കളഞ്ഞാലും. അപ്പൊ ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞതാ ഈ ഒരു കളറാണ് കേട്ടോ. ഒരു ലിപ് ബാമിൽ തന്നെ ഒരു ടിന്റഡ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതേ കണ്ടില്ലേ, ഈ ഒരു കളർ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു ലിപ് ബാമിൽ. അതായത് കുറച്ചും കൂടെ ഒരു ടിന്റഡാണ്. പിന്നെ ഇതിന്റെയൊക്കെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു 150 റുപ്പീസിനുള്ളിലേ ഉള്ളൂ, ഇതും ഒരു 200 റുപ്പീസിനുള്ളിലേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ സംഭവം ആണെങ്കിലും, അതായത് ഈ ഒരു സ്ക്രബ് ആണെങ്കിലും എനിക്ക് റേറ്റ് ഓർമ്മയില്ല, ഞാൻ പക്ഷെ പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പം ഇതിന്റെ ഒരു കളർ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇത് ചെറിയാണ് കേട്ടോ ഷെയ്ഡ്. ഈ ഒരു കളറിലാണ് നമുക്ക് ഈ ഒരു ലിപ് ബാം ഇരിക്കുന്നത്. ഓക്കെ, നീക്കി വെക്കട്ടെ, നിങ്ങൾ ഇനി അടുത്ത് കണ്ടിട്ട് എന്നെ പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഡേ ടൈമിൽ ഞാൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ടിന്റഡ് അല്ല, അതിലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു PH അഡാപ്റ്റീവ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കളർ കിട്ടുന്നത്. രണ്ടാമത്തത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ജസ്റ്റ് ഹെർബ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ടിഞ്ചർ ആണ്. പക്ഷെ ഇത് രണ്ടും ഈ ഒരു കളർ നമ്മുടെ ചുണ്ടിൽ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഡാർക്ക്നെസ് ചുണ്ടിൽ നിന്ന് പോകാൻ ഭയങ്കരമായ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ടിഞ്ചർ എന്ന് പറയുന്നത് ഈ രണ്ട് ലിപ് ബാമിലും കുറേ നേരം നമുക്ക് നിൽക്കും കേട്ടോ, കുറേ നേരം നമുക്ക് നിൽക്കും. അതായത് നമ്മൾ രാത്രിയൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഇതിട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് നമ്മൾ ചുണ്ടൊക്കെ ഒന്ന് തുടച്ചു കഴിഞ്ഞാലും ആ ഒരു ടിന്റ്, ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളറ് നമ്മുടെ ലിപ്പിൽ അങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെയുള്ള 2 ലിപ് ബാമാണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു ഡേ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നൈറ്റ് ടൈമിൽ വേറെയാണ് കേട്ടോ. കാരണം നൈറ്റ് ടൈമിലെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഒരു ഹൈഡ്രേഷൻ ഉള്ളൊരു ലിപ് ബാം ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എൻ്റെ എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളൊരു ലിപ്സാണ്. എനിക്ക് ഭയങ്കരമായ രീതിയിൽ ലിപ് ബാം യൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നങ്ങൾ വരാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ലിപ്സ് ഭയങ്കര ഹൈഡ്രേഷൻ ആയിട്ടിരിക്കാനും ആ ഒരു ഹൈഡ്രേഷനൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ടിപ്പുണ്ട്. അപ്പം ഞാൻ ഈ ലിപ് ബാം ആദ്യം തുടച്ചോട്ടെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇമോളിൻ ക്രീമാണ്. ഇത് ഡ്രൈ സ്കിന്നിന് അത്രയും അടിപൊളി ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. പക്ഷെ എൻ്റെ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നായിട്ട് ഞാൻ ഇത് ലിപ്പിലേക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ, നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കുക. നൈറ്റ് നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് മോയ്സ്ചറൈസർ ഇത് ഇത്രയും മതി കേട്ടോ, ലിപ്പിലൊന്നും ഇടുക. ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഏത് മോയ്സ്ചറൈസർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇമോളിൻ ക്രീം എന്ന് പറയുന്നത് നല്ല ഒരു നമ്മുടെ ആ ഒരു ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ്. ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും എടുക്കുക. അതിപ്പോൾ ഇതേ ചുണ്ടിലിട്ട് അതൊന്ന് ഉണങ്ങിയിട്ടുണ്ട്.
ഓക്കെ, ഇതൊരു 2-3 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇത് നമ്മുടെ ചുണ്ടിൽ നന്നായിട്ട് ഇത് മോയ്സ്ചറൈസർ ആണല്ലോ, നമ്മുടെ സ്കിൻ ഇത് ഭയങ്കരമായിട്ട് വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉണങ്ങും. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എടുക്കുന്ന ലിനേജിന്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ് ഞാൻ എൻ്റെ ലിപ്പിൽ ഇടുന്നത്. നിങ്ങൾ ഇതല്ലെങ്കിൽ രാത്രി നിങ്ങൾ ഏത് ലിപ് ബാം ആണോ യൂസ് ചെയ്യുന്നത് അത് കുറച്ചിങ്ങനെ എടുക്കുക, ഇങ്ങനെ ലിപ്പിൽ ഇട്ട് കൊടുക്കുക. ഇതിന്റെ സ്മെല്ല് ഭയങ്കരമാണ് കേട്ടോ. ഇത് നമുക്കങ്ങ് ജാം കണക്കൊക്കെയാണ്, എന്ത് ബെറീസിന്റെ ജാമില്ലേ, തിന്നാൻ തോന്നും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പിന്നെ ഈ സാധനമാണ്. ഇത് ഞാൻ ലിപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കിടന്നുറങ്ങും കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര എക്സ്ട്രീംലി ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട്, അതായത് മോയ്സ്ചറൈസറിന് പകരമായിട്ട് നമ്മുടെ ഗ്ലിസറിൻ വേണമെങ്കിലും ഇതേപോലെ ആദ്യം ചുണ്ടിൽ തേച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളിടുന്ന ലിപ് ബാം ആ ഒരു ഗ്ലിസറിൻ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാലും ലിപ്സിന് ഭയങ്കര നല്ലതാണ്. അപ്പം നിങ്ങൾ വെറുതെ ഡയറക്റ്റ് ഒരു ലിപ് ബാമോ ലിപ് സ്ലീപ്പിംഗ് മാസ്കോ എടുത്ത് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ലിപ്പിൽ ഇട്ടിട്ട് കിടക്കുകയാണെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഗ്ലിസറിനോ തേച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ലിപ് ബാം ഇട്ടിട്ട് ഒന്ന് കിടന്ന് നോക്കൂ. നിങ്ങൾക്കത് നല്ല രീതിയിൽ വർക്കാവും കേട്ടോ. അപ്പം ഈ ടിപ്പ് ഒന്ന് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിലും പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിലും നോർമൽ ലിപ്സ് ആണെങ്കിലും നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. എനിക്ക് അത്രയും റിസൾട്ട് തന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് വാങ്ങി വെക്കാൻ നോക്കുക, കാരണം അത്രയും നല്ല സംഭവങ്ങളാണ് ഞാൻ കാണിച്ചത്. പ്രോഡക്റ്റ് എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓയിൽമെന്റ് ആണ് ലിപ് കെയർ എന്ന് പറയുന്നത്. ചുമ്മാ ഇത് വാങ്ങരുത്, കാരണം അത്രമാത്രം സ്മെല്ലാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു ഓയിൽമെന്റ് ഇരിക്കുന്നത്. ഒരു കളർ ഉണ്ടോ, അത്രയും സ്മെല്ലാണ് കേട്ടോ ഇത് ഞാൻ കയ്യിലൊന്ന് തേച്ച് കാണിച്ചു തരാം. ഭയങ്കര കട്ടിയാണ് കേട്ടോ ഇത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര നൈസൊന്നുമില്ല, ഭയങ്കര കട്ടിയാണ്, ഒടുക്കത്തെ സ്മെല്ലാണ് കേട്ടോ. ഇത് ഇട്ടുകൊണ്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സമ്മതിക്കണം. നമ്മുടെ നിപ്പിളിലൊക്കെ ആണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല, കാരണം ചുണ്ടിലൊക്കെ ആകുമ്പോഴേ നാറ്റം വരുന്നു. മൂക്കിന് താരെയാണല്ലോ ചുണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ വരും കേട്ടോ ഇതിന്റെ നാറ്റം. അപ്പൊ ഇത് വെറുതെ വാങ്ങി കാശ് കളയരുതെന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കര എക്സ്ട്രീംലി ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിൽ അത്രയും റിസൾട്ട് ഇത് തരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആവശ്യമില്ല, സാധാ ലിപ് ബാമിന്റെ ഒക്കെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ ഇതൊക്കെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. പിന്നെ എന്തെങ്കിലും അടുത്തടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എന്ത് വീഡിയോ വേണമെന്നുള്ളത് പറയുകയാണെങ്കിൽ ഞാൻ അതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.